ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ബേസൻ ലഡു ഉണ്ടാക്കി നോക്കൂ. ഇന്ന് വരെ നിങ്ങൾ കഴിച്ചേക്കുന്ന എല്ലാ ബേസൻ ലഡു നിങ്ങൾ മറന്നുപോകും. അത്രയ്ക്ക് അപാര രുചിയിലുള്ള ഈ ബേസൻ ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 കപ്പ് കടലപ്പൊടി മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 2 കപ്പ് പഞ്ചസാര നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തീർത്തും പൊടിയാവരുത്, തരിതരിപ്പായിട്ട്. ഈ കണ്ടില്ലേ, ഇതേപോലെ തരിതരിപ്പായിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് കാഷ്യൂം ബദാം എടുത്തിട്ടുണ്ട്. നമുക്കിതും ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. അതും ഒരു ചെറിയൊരു തരിതരിപ്പായിട്ട് വേണം നമ്മൾ പൊടിക്കാൻ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് നെയ്യാണ്. അത് നമുക്കൊരു കടായിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് കട്ടയായിട്ടാണ് നമ്മുടെ നെയ്യൊക്കെ ഇരിക്കുന്നത്. എന്നിട്ട് നെയ്യ് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി നെയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും വിട്ടേച്ച് പോവരുത്. അത് തീ തീർത്തും ചെറുതാക്കി വയ്ക്കണം. ഒരിക്കലും തീ കൂട്ടി കൊടുക്കരുത്. കൂടാതെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധ മാറിയാൽ മതി, നമ്മുടെ കടലപ്പൊടി പെട്ടെന്ന് കരിയുകയും ചെയ്യും. പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആദ്യമേ ഓർക്കും നമ്മൾ ഇത് എങ്ങനെയാകും, കാരണം എല്ലാം കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക താനെ. എന്നിട്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഈ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് വീണ്ടും വീണ്ടും നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ശരിക്കും ചെറിയ തീയിൽ തന്നെയാണ് നമ്മളിത് ഫുൾ റോസ്റ്റ് ചെയ്യേണ്ടത്. ഒരു കുറഞ്ഞത് ഈ 4 കപ്പ് നമ്മുടെ ഈ ബേസൻ എന്ന് വെച്ചാൽ കടലപ്പൊടി നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ എന്തായാലും പിടിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ ചെറുതാക്കി തീ തീർത്തും ലോ ആക്കി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ ആ വലിയ കട്ടകളൊക്കെ മാറി ചെറുതായിട്ടൊന്നെല്ലാം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പതിയെ നന്നായിട്ടൊരു റോസ്റ്റൊക്കെ ആകുമ്പം ഇതൊന്ന് കുഴഞ്ഞു വരും. ഇപ്പം തന്നെ ആ പഴയ രീതിയിലുള്ള ആ ഒരു കട്ടകളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എല്ലാം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ട് ആ നെയ്യൊക്കെ പതിയെ റിലീസായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പതിയെ ഒരു കുഴഞ്ഞ ആ ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ, ഇനി നന്നായിട്ട് ഇളക്കണം. നമ്മളിത് വിട്ടേച്ച് പോകരുത്. കാരണം ഈ ബേസൻ ലഡുവിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ബേസൻ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ചടങ്ങ്. വേറെ എല്ലാം വെറും സിമ്പിളാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു നല്ല കുഴഞ്ഞ രീതിയിലോട്ടായിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ നെയ്യെല്ലാം റിലീസാകുകയും ചെയ്യും. നമ്മുടെ ഈ ബേസൻ വളരെ ലൈറ്റായിട്ട് വരും. കൂടാതെ തന്നെ ഇതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സാധാരണ ബേസൻ ലഡു എന്ന് പറഞ്ഞാൽ ഡാൽഡയിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ശരിക്കും നെയ്യിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നെയ്യിൽ ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. മാർക്കറ്റിലൊക്കെ കിട്ടും, നെയ്യിലുണ്ടാക്കിയതും കിട്ടും, ഡാൽഡയിൽ ഉണ്ടാക്കിയതും കിട്ടും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ നട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പാര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും 4 കപ്പ് ബേസൻ എന്ന് വെച്ചാൽ കടലപ്പൊടിക്ക് 2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് നെയ്യാണ് നമ്മൾ ചേർക്കുക. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണിത് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. നെയ്യെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ കടലപ്പൊടി മൂത്ത് വരുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമ്മുടെ കടലപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റായിട്ടാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, വളരെ ആദ്യത്തെ ആ കട്ടയൊന്നുമല്ല. ഇനി നമുക്കിതെടുത്ത് തണുക്കാൻ വയ്ക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ നമ്മളുടെ ആദ്യമേ പൊടിച്ച് വെച്ച നട്ട്സിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മളുടെ ഈ കടലപ്പൊടിയുടെ മിക്സും ഭയങ്കര ചൂടാണ്. നമ്മളത് കൈയൊന്നും അതിൽ കൊള്ളാൻ പാടില്ല. ഈ സമയത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കി. കണ്ടില്ലേ, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിത് തണുക്കാൻ വയ്ക്കാം. ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഇപ്പോൾ ഏതാണ്ട് റൂം ടെമ്പറേച്ചറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിൽ വേണം, ചെറിയൊരു ചൂട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുകൊണ്ടൊക്കെ ഇളക്കി യോജിപ്പിക്കുക എന്നുള്ള ഇച്ചിരി പണിയാണ്. നമുക്കത് കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും ലഡു ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൈ തന്നെ ഉപയോഗിക്കണമല്ലോ. അതുകൊണ്ട് ഞാനിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് വെച്ച് നമുക്ക് ലഡു ഉണ്ടാക്കാം. ഈ നെയ്യിലുണ്ടാക്കിയ ബേസൻ്റെ ലഡുവിന് തന്നെ അപാര രുചിയാണ്. അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ കുറേ നട്ട്സ് പൊടിച്ചതൊക്കെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്വാദാണ് ഇതിൻ്റേത്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ലഡു കൂടെ ഉണ്ടാക്കാം.
കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അത് നല്ല അകത്ത് നല്ലൊരു ഉറപ്പ് കിട്ടും. എന്നിട്ട് പുറത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടി കറക്റ്റ് ആക്കുക. കണ്ടില്ലേ, നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡു തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ നമ്മുടെ ലഡു ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ എൻ്റെ ലഡു എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിൻ്റെ മീതെ കുറച്ച് ഒരു അലങ്കാരത്തിനായിട്ട് പിസ്തയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.